കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ച പേരുകൾ തള്ളി ഗവർണർ. പകരം ഗവർണർ പുതിയ പേരുകൾ നിർദ്ദേശിച്ചു. ഗവർണർ നിർദ്ദേശിച്ച പേരുകൾ കോൺഗ്രസ് നേതാക്കളുടേതെന്ന് ആരോപിച്ച് ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. സിൻഡിക്കേറ്റ് നാമനിർദ്ദേശം ചെയ്ത 14 പേരുകളിൽ 2 പേരുകൾ ഒഴികെ 12 പേരുകളും ഗവർണർ തള്ളി. കഥാകൃത്ത് ടി പത്മനാഭനും ഗവേഷക വിദ്യാർത്ഥി ആയിഷ ഫിദയും മാത്രമാണ് സിൻഡിക്കേറ്റ് പട്ടികയിൽ നിന്ന് നിലനിർത്തിയത്. സംഭവത്തെ തുടർന്ന് ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാൻസലർ ചെയ്തിരിക്കുന്നത് ഈ ലിസ്റ്റ് റദ്ദാക്കുന്നതിനുള്ള ഒരു നടപടിയാണത്. ഗവർണർ നിർദ്ദേശിച്ച പേരുകൾ കോൺഗ്രസ് നേതാക്കളുടേതാണെന്നാണ് SFIയുടെ ആരോപണം. ആ നോമിനേഷൻ തിരിച്ച് മറുപടിയായിട്ട് ഗവർണർ നൽകിയിട്ടുള്ള ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തീർത്തും വളരെ കൃത്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് സംഘപരിവാർ ഗവർണറും കോൺഗ്രസും തമ്മിലുണ്ടായിട്ടുള്ള വലിയ കൂട്ടുകെട്ടായിട്ട് ഈ ലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. 16 പേരുടെ ലിസ്റ്റ് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് 48ഓളം 3 വീതം വെച്ചിട്ട് 48ഓളം ആൾക്കാരുടെ ലിസ്റ്റാണ് സർവകലാശാല കൊടുത്തത്. ഈ 14-ൽ 2 പേരൊഴികെ, അതായത് എഴുത്തുകാരൻ സാഹിത്യകാരൻ ടി പത്മനാഭ മാഷും ഗവേഷക വിദ്യാർത്ഥിയായിട്ടുള്ള ആയിഷ ഫിദ ഒഴികെ 2 പേരൊഴികെ സർവകലാശാല കൊടുത്ത മുഴുവൻ ലിസ്റ്റും അട്ടിമറിച്ചിട്ടുണ്ട്. 2 പേരൊഴികെ മറ്റെല്ലാവരും ഗവർണറുടെ താല്പര്യപ്രകാരം കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. ഗവർണർ ശുപാർശ ചെയ്തവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെനറ്റ് യോഗം ചേരാൻ അനുവദിക്കില്ലെന്ന് SFI പറഞ്ഞു. ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനും SFI തീരുമാനിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.